ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഈ 2020 വഴിയാണ് ഇവിടെ കയറിയത്. ഇന്നത്തെ റാങ്ക് എന്ന് പറയുന്നത് 3075 ആയിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തെർമോഡൈനാമിക്സിൽ ചാപ്റ്റർ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ എൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദി കറക്റ്റ് ആൻസർ. തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇസ് എ ക്വാണ്ടിറ്റി. ഇപ്പൊ നമുക്ക് MCQ ക്വസ്റ്റ്യൻ ആണ്. തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വായിച്ചു. അപ്പം യൂസ് ഡിറ്റർമിൻ ഹീറ്റ് ചേഞ്ചസ് whose value is independent of path. Use to determine pressure, volume, work whose value depends on temperature only. ഇപ്പൊ എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പാത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉള്ള ക്വാണ്ടിറ്റീസിന് ഈ ഫംഗ്ഷൻസിനാണ് നമ്മൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിച്ചത്. ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, for the process to occur under adiabatic conditions, the correct condition is. adiabatic condition കറക്റ്റ് കണ്ടീഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4 ഓപ്ഷൻ തന്നേക്കുന്നത് ഡെൽറ്റ ടി ഈക്വൽ ടു 0, ഡെൽറ്റ പി ഈക്വൽ ടു 0, ക്യൂ ഈക്വൽ ടു 0, ഡബ്ല്യു ഈക്വൽ ടു 0. അപ്പൊ നമുക്കറിയാം അഡിയാബാറ്റിക് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്? മാറ്ററിന്റെ എക്സ്ചേഞ്ച് കൊണ്ട് എനർജിയുടെ എക്സ്ചേഞ്ച് നടക്കത്തില്ല, അല്ലെ? ഇപ്പൊ എനർജി എക്സ്ചേഞ്ച് നടക്കാത്ത ബൗണ്ടറിയാണ് നമ്മൾ അഡിയാബാറ്റിക് വാൾ എന്ന് വിളിച്ചു. എനർജി നടക്കാത്ത സിസ്റ്റത്തിന് അഡിയാബാറ്റിക് സിസ്റ്റം എന്ന് വിളിച്ചു. അഡിയാബാറ്റിക് സിസ്റ്റത്തിൽ എനർജി എക്സ്ചേഞ്ച് ഇല്ല എന്ന് വെച്ചാൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, അഥവാ ക്യൂ ഈക്വൽ ടു 0 വരുന്നതാണ് അഡിയാബാറ്റിക് കണ്ടീഷന്റെ കറക്റ്റ് കണ്ടീഷൻ. അപ്പൊ പറയുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3, ക്യൂ ഈക്വൽ ടു 0 ആണ് അഡിയാബാറ്റിക് കണ്ടീഷന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദി എൻതാൽപ്പീസ് ഓഫ് ഓൾ എലിമെന്റ്സ് ഇൻ ദിയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സ് ആർ. ഇപ്പൊ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള എൻതാൽപ്പീസ് എന്താണ്? എലിമെന്റ്സിന്റെ എൻതാൽപ്പിയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള എലിമെന്റ്സിന്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ ഓപ്ഷൻ 2, 0. ഓക്കെ, അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. ഡെൽറ്റ യു ഓഫ് കമ്പഷൻ ഓഫ് മീഥെയിൻ ഈസ് -6 kJ/mol. ദ വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച് ഈസ്. അപ്പൊ നമുക്ക് മീഥെയിന്റെ കമ്പഷന്റെ ഡെൽറ്റ യുന്റെ എനർജി ചേഞ്ച് തന്നു. അത് -6 kJ/mol ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്താൽപ്പി ചേഞ്ച് തരാമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ഫോർമുല എഴുതി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് നമ്മളിപ്പോ ചെയ്യുന്നത്. മീഥെയിന്റെ കമ്പഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പം CH4 plus O2 gives CO2 plus H2O. ഈ ഇക്വേഷൻ നമ്മളൊന്ന് ബാലൻസ് ചെയ്യും. അപ്പൊ ഇവിടെ H2 2 ഇട്ട് കൊടുക്കുക, O2 2 ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയാണ് ഗേഷ്യസ് ആറ്റംസ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വർക്ക് ഡൺ വരുന്നതും കൂടുതലും ഗേഷ്യസ് സ്റ്റേറ്റിലാണ് വരുന്നത്. അപ്പം സോളിഡ് ലിക്വിഡിലും ഒരുപാട് വോളിയം ചേഞ്ച് വരത്തില്ല. കാരണം വർക്ക് ഡൺ നമ്മൾ 0 ആണെന്നൊക്കെ നമ്മളവിടെ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞത്. അപ്പൊ ഗ്യാസ് ഏതൊക്കെയാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ വാട്ടർ മാത്രമാണ് ലിക്വിഡ് ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ചെയ്തപ്പോൾ നമുക്കറിയാം ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഗ്യാസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡെൽറ്റ ബി എന്ന് പറയുന്നത് നമുക്ക് ഡെൽറ്റ എൻ RT എടുക്കാന്ന് പറഞ്ഞല്ലേ? അല്ലെ? അപ്പൊ ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞാല് വർക്ക് ഡൺ ഇക്വേഷൻ ആണ്. -P ഡെൽറ്റ വി ഡെൽറ്റ എൻ ജി RT. അല്ലേ? ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞാല് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഇൻ പ്രൊഡക്ട്സ്, അല്ലേ? പ്രൊഡക്ട്സിലുള്ള നമ്പർ ഓഫ് മോൾസ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഇൻ റിയാക്ടൻസ്. ഇവിടെ പ്രൊഡക്ട്സിൽ എത്ര മോൾ ഗ്യാസ് ഉണ്ട്? ഇവിടെ 1 മോൾ CO2 ഉള്ളൂ, അത് 1. അത് മൈനസ് റിയാക്ടൻസിൽ എത്ര മോൾ ഗ്യാസ് ഉണ്ട്? 2 ഓക്സിജനും 1 CH4 ഉണ്ട്, അപ്പൊ 3 ഉണ്ട്. ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വർക്ക് എന്ത് വരും? -2 RT വരും എന്ന് വെച്ചാൽ +2 RT. അതാണ് വർക്ക് ഡൺ വരിക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ എഴുതാം. എന്താണ്? ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് -P ഡെൽറ്റ വി, അല്ലേ? ഡെൽറ്റ യു ഈക്വൽ ടു ഇവിടെ ഡെൽറ്റ എച്ച് നമ്മൾ എഴുതി, -P ഡെൽറ്റ വിക്ക് പകരം നമുക്ക് ഇവിടെ 2 RT ഇടാം, +2 RT വരും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡെൽറ്റ യുവിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര ഡെൽറ്റന്റെ വാല്യൂ തന്നിട്ടുണ്ട്? നമുക്ക് -6 kJ/mol ആണ് തന്നിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതെടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഡെൽറ്റ എച്ച് ആണ് വേണ്ടത്. അപ്പം ഡെൽറ്റ എച്ചിന്റെ ഫോർമുല എന്ത് വരും? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു
മൈനസ് 2RT എന്ന് വരും. എന്ന് വെച്ചാൽ ഡെൽറ്റ യുവിന്റെ വാല്യൂ -6 കിലോ ജൂൾ പെർ മോൾ ആയിരുന്നു. -6 -2RT. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഗ്രേറ്റർ ദാൻ ഡെൽറ്റ യു ലെസ് ദാൻ ഡെൽറ്റ യു ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ വാല്യൂ വരുന്നത് -6 -2RT. ചില ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും വീണ്ടും കുറയാണ് അല്ലേ, -2RT വീണ്ടും കുറയാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഡെൽറ്റ യുവിനേക്കാളും കുറവാണ് നമുക്ക് കിട്ടുന്ന ഡെൽറ്റ എച്ചിന്റെ വാല്യൂ. അപ്പൊ അവിടെ ആൻസർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ യു 0. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ മീതേന്റെ കമ്പഷൻ ഇക്വേഷൻ എഴുതി ഡെൽറ്റ എൻ ജി നമ്മൾ കണ്ടുപിടിച്ചു. ഡെൽറ്റ എൻ ജി വെച്ച് നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മൾ ഫോർമുല ഇട്ട് കൊടുത്തു. അത്രയാണ് നമ്മളുടെ ചെയ്തത്. അടുത്ത 5th ക്വസ്റ്റ്യൻ. The enthalpy of combustion of methane, graphite and dihydrogen at 298 Kelvin are. അപ്പൊ നമുക്ക് മീതേന്റെയും ഗ്രാഫൈറ്റിന്റെയും ഡൈഹൈഡ്രജന്റെയും കമ്പഷന്റെ എൻതാൽപി ഓഫ് കമ്പഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ചോദ്യം എന്താണ്, എൻതാൽപി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 will be. CH4ന്റെ എൻതാൽപി ഓഫ് ഫോർമേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം എൻതാൽപി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 എങ്ങനെയാ വരാം, നമുക്ക് 5.5 ആണ് ഇപ്പൊ ചെയ്യുന്നത്. എന്നുവെച്ചാൽ സി എന്താണ് ഗ്രാഫൈറ്റ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് അതല്ലേ. അപ്പോൾ എൻതാൽപി ഫോർമേഷൻ പറയുമ്പോൾ അതാണ് എടുക്കുന്നത്. സി ഗ്രാഫൈറ്റ് പ്ലസ് 2H2 ഇതാണ് ഗ്യാസ്, അത് നമുക്ക് CH4 തരണം. ഇതാണ് നമുക്ക് വേണ്ട ഫോർമുല. ഇതാണ് ഇവിടെ ഉണ്ടാകുന്ന എൻതാൽപി ചേഞ്ച് ആണ് നമുക്ക് എൻതാൽപി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥേൻ വരുന്നത് അല്ലേ. ഈ ഫോർമുലയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് തന്നേക്കുന്നത് എന്താണ്, മീഥേന്റെയും ഗ്രാഫൈറ്റിന്റെയും ഡൈഹൈഡ്രജന്റെയും എൻതാൽപി ഓഫ് കമ്പഷൻ തന്നു. എൻതാൽപി ഓഫ് കമ്പഷൻക്ക് ഓരോന്നിന്റെയും വേണം, നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അത് നമുക്ക് ഇവിടെ എഴുതാം. ആദ്യം മീഥേന്റെ എൻതാൽപി ഓഫ് കമ്പഷൻ CH4 plus 2O2 gives CO2 plus 2H2. ഇതാണ് മീഥേന്റെ കമ്പഷന്റെ ഫോർമുല റിയാക്ഷൻ വരുന്നത്. അപ്പം ഇവിടുത്തെ ഡെൽറ്റ സി എച്ച് എന്ന് പറയുന്നത് എത്രയാ നമുക്ക് തന്നേക്കുന്നത്, അതിൻ്റെ അത് -890.3 ആണ്. -890.3 കിലോ ജൂൾ പെർ മോൾ. രണ്ടാമത് തന്നേക്കുന്നത് ഗ്രാഫൈറ്റിന്റെ കമ്പഷന്റെ. അപ്പൊ ഗ്രാഫൈറ്റിന്റെ കമ്പഷൻ വരുമ്പോൾ കാർബൺ പ്ലസ് O2 നമുക്ക് എന്ത് വരും, CO2. അതിന്റെ എൻതാൽപി ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത് എത്ര തന്നേക്കുന്നത്, -393.5 ആണ് തന്നെ, ഇത്രയും കിലോ ജൂൾ പെർ മോൾ. അത് മൂന്നാമത് തന്നേക്കുന്നത് ഡൈഹൈഡ്രജൻ H2 പ്ലസ് half O2 gives H2O. ഇതിന്റെ എൻതാൽപി ഓഫ് കമ്പഷൻ തന്നേക്കുന്നത് -285.8 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, നമുക്ക് ഇത്രയാണ് തന്നേക്കുന്നത് ഈ മൂന്ന് സാധനങ്ങളുടെ കമ്പഷൻ അതിന്റെ എൻതാൽപി. അപ്പൊ നമ്മൾ നോക്കുക, നമുക്ക് വേണ്ട റിയാക്ഷൻ എന്താണ്, ഗ്രാഫൈറ്റും 2 ഡൈഹൈഡ്രജനും കൂടി തന്ന് നമുക്ക് എന്താണ് ഒരു CH4 തരണം അല്ലേ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വേണ്ട ഫോർമുലയിൽ ഈ മൂന്ന് ഫോർമുലയിൽ നിന്ന് നമുക്ക് വേണ്ട ഫോർമുലയിലേക്ക് നമ്മൾ എത്തിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അത് നോക്കുമ്പോൾ നമുക്ക് വേണ്ട ഫോർമുലയിൽ റൈറ്റ് സൈഡിലുള്ളത് CH4 മാത്രമാണ് അല്ലേ. അപ്പൊ CH4 റൈറ്റ് സൈഡിൽ വരുത്തണം. നമ്മൾ നോക്കേണ്ട CH4 വരുന്ന ഫോർമുല ഫസ്റ്റ് ഫോർമുലയാണ്. പക്ഷെ അവിടെ CH4 കിടക്കുന്നത് എന്താണ്, ലെഫ്റ്റ് സൈഡിലാണ്. ഈ ഇക്വേഷൻ നമ്മുടെ മൊത്തത്തിൽ തിരിച്ചെഴുതണം അല്ലേ. ഇതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. അത് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ചേഞ്ച്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് രണ്ടാമത്തെ ഫോർമുലയിൽ എന്താണ്, ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് കിടപ്പുണ്ട്. നമുക്ക് വേണ്ട ഫോർമുലയിലും ഗ്രാഫൈറ്റ് ലെഫ്റ്റ് സൈഡിൽ കിടപ്പുണ്ട് അല്ലേ. ഈ ഫോർമുല നമ്മൾ അതേപോലെ എടുക്കുന്നു, നോ ചേഞ്ച്. പിന്നെ മൂന്നാമത്തെ ഫോർമുല നോക്കാം. നമുക്ക് വേണ്ട ഫോർമുലയാണ് 2 H2 വേണം. പക്ഷെ നമുക്ക് മൂന്നാമത്തെ ഫോർമുല ഒരു H2 ഉള്ളൂ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ മൂന്നാമത്തെ ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ ചെയ്ത് എടുക്കും. അപ്പൊ നമുക്ക് ഈ ഫോർമുലസ് ഒന്നും കൂടെ എഴുതി നോക്കാം. റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താ, CO2 plus 2H2O എന്ത് വരുന്നു നമുക്ക്, CH4 plus 2O2
രണ്ടാമത്തെ ഫോർമുല അതേപോലെ ഇതാ C+O2 gives CO2. മൂന്നാമത്തെ ഫോർമുല നമ്മൾ മൊത്തത്തിൽ 2 വെച്ച് ഇൻറ്റു ചെയ്യും. ഇപ്പം എന്തോരും 2H2 പ്ലസ് O2 gives 2H2. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 3 ഫോർമുലയും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നു ഇവിടെ 2 H2 ഉണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ, ഇവിടെ 2 H2 റൈറ്റ് സൈഡിൽ ഉണ്ട്, അത് തമ്മിൽ കട്ടായി പോകും. ഓക്കെ, പിന്നെ നോക്കുകയാണ് ഇവിടെ ഒരു CO2 ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, ഇവിടെ ഒരു CO2 റൈറ്റ് സൈഡിലുണ്ട്, അതും കട്ടായി പോകും. പിന്നെ നമ്മൾ നോക്കുന്നു ലെഫ്റ്റ് സൈഡിൽ 2 O2 ഉണ്ട്, റൈറ്റ് സൈഡിൽ 2 O2 ഉണ്ട്, അതും കട്ടായി പോകും. അപ്പൊ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത്രയും സാധനങ്ങൾ കട്ടായി പോകും. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കുക, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇനി ബാക്കിയുള്ളത് എന്താണ്, ഒരു C ഉണ്ട് എന്നുവെച്ചാൽ ഗ്രാഫൈറ്റ് ഉണ്ട്, 2 H2 ഉണ്ട്, റൈറ്റ് സൈഡിൽ CH4 ഉണ്ട്. അത് മാത്രം നമ്മൾ അങ്ങോട്ട് എഴുതുന്നു. അപ്പൊ C plus 2H2 gives CH4 അല്ലേ. അപ്പൊ നമുക്ക് വേണ്ട ഫോർമുലയിലേക്ക് നമുക്ക് എത്താൻ പറ്റി അല്ലേ, നമ്മൾ മോഡിഫിക്കേഷൻസ് നടത്തി അതിലേക്ക് എത്തി. ഇനി നമ്മൾ നോക്കുക, നമ്മൾ ആദ്യത്തെ ഫോർമുലയിൽ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ആദ്യത്തെ ഫോർമുലയെ റിവേഴ്സ് ചെയ്തു. എന്ന് വെച്ചാൽ അവിടുത്തെ എൻതാൽപ്പി ചേഞ്ചിനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം, വെച്ചാൽ മൈനസ് അതിനിട്ട് കൊടുക്കുക. അപ്പൊ ഈ ആദ്യത്തെ ഫോർമുലയുടെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, അതിന് നേരെ നെഗറ്റീവ് വരും, എന്ന് വെച്ചാൽ 890.3 വരും. ഇനി രണ്ടാമത്തെ അതിന്റെ അതേപോലെ ഒരു ചേഞ്ചും ഇല്ലാണ്ടാണ്, അപ്പൊ അതിന് ഡെൽറ്റ അയച്ച് അതിന്റെ സെയിം വാല്യൂ എന്ന് വെച്ചാൽ -393.5. മൂന്നാമത്തേന് എന്താ, നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ ഡബിൾ ചെയ്തു, അപ്പൊ അവിടുത്തെ ഡെൽറ്റ അയച്ച് എന്താവും, ഡബിൾ ആവും. അപ്പം -285.8ന്റെ ഡബിൾ -571.6 കിലോ ജൂൾ എന്ന് വരും. നമുക്ക് വേണ്ട എന്താ, ഈ 3 ഡെൽറ്റ അച്ചും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഫോർമുലയിലേക്ക് എത്തും. നമ്മൾ സത്യത്തിൽ എന്താ ചെയ്തത്, ഹെസ്സസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു നമ്മളിപ്പോ ഇവിടെ ചെയ്തത്. ഓക്കെ, ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. എന്ന് വെച്ചാൽ എന്ത് വരും, നമുക്ക് 890.3 മൈനസ് 965.1 എന്ന് വരും. എന്ന് വെച്ചാൽ എന്ത് വരിക, നമുക്ക് 74.8 കിലോ ജൂൾ പെർ മോൾ എന്ന് വരും. ഇതാണ് ഒരു മോള് മീതേന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം പോസിറ്റീവ് നെഗറ്റീവ് ആണ് വരിക, കാരണം -74.8 വരും. ഇപ്പൊ -74.8 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ 1 ആ വരിക. ഓക്കെ, അപ്പൊ ചെയ്ത് മനസ്സിലായി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകും. അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. A reaction A plus B gives C plus D plus Q is found to have a positive entropy change. The reaction will be, നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. പോസിറ്റീവ്, പോസിബിൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ, പോസിബിൾ ഓൺലി at low temperature, നോട്ട് പോസിബിൾ അറ്റ് എനി ടെമ്പറേച്ചർ, പോസിബിൾ അറ്റ് എനി ടെമ്പറേച്ചർ. അപ്പൊ നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റിയാക്ഷൻ നോക്കുമ്പോൾ നമുക്ക് A plus B gives C plus D, ഇതാണ് നമുക്ക് തന്നേക്കുന്ന റിയാക്ഷൻ. അതിന്റെ കൂടെ ഒരു Q ഉണ്ട്. ഈ Q തന്നേക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഉണ്ടായപ്പോ വെളിയിലേക്ക് ഹീറ്റ് റിലീസ് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ, ആ ക്യൂവിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഈ പ്രോസസ്സിന്റെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണ്. അതാണ് ആ ക്യൂ തന്നേക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴാണ് ഈ പ്രോസസ്സ് പോസിബിൾ ആകുന്നത്, ഈ നോട്ട് പോസിബിൾ ആകുന്നത് എന്താണ് നമുക്ക് നോക്കാം. നമുക്കറിയാം ഡെൽറ്റ ജി ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. നമുക്ക് തന്നിട്ടുണ്ട് ഡെൽറ്റ എസ് എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെന്ന് നമുക്ക് തന്നേക്കുന്ന ഫോർമുലയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ നോക്കാം, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ എപ്പോ നോക്കിയാലും ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. അപ്പൊ ഏത് ടെമ്പറേച്ചറിലാണെങ്കിൽ ഈ കേസിൽ നമുക്ക് ഡെൽറ്റ ജി എന്താണ് എപ്പോഴും നെഗറ്റീവ് തന്നെ കിട്ടത്തുള്ളൂ അല്ലേ. അപ്പൊ ഡെൽറ്റ ജി എപ്പോഴും നെഗറ്റീവ് കിട്ടുക എന്ന് വെച്ചാൽ എന്താ, ഈ പ്രോസസ്സ് ഏത് ടെമ്പറേച്ചറിലാണെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും. അപ്പൊ അതാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്, പോസിബിൾ അറ്റ് എനി ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചറിലും ഈ പ്രോസസ്സ് പോസിബിൾ ആണ്. അങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4, പോസിബിൾ അറ്റ് എനി ടെമ്പറേച്ചർ. അത് നമ്മൾ ആൻസർ ആക്കി എടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ പ്രോസസ് 701 joule of heat is absorbed by a system
and 394 joule of work is done by the system. What is the change in internal energy of the system? നമുക്ക് 7th ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നത് തന്നേക്കുന്നു. ആദ്യം 701 ജൂൾ ഓഫ് ഹീറ്റ് അബ്സോർബ് ബൈ എ സിസ്റ്റം. അപ്പൊ സിസ്റ്റം 701 ജൂൾ ഓഫ് എനർജി അബ്സോർബ് ചെയ്യുന്നു എന്ന് പറയാം. നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിൽ നമ്മൾ എല്ലാം സിസ്റ്റത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് നോക്കണം. നമ്മൾ സിസ്റ്റമായിട്ട് ആലോചിക്കും. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താ, നമ്മൾ 701 ജൂൾ ഓഫ് ഹീറ്റ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന വെച്ചാൽ എന്താ, നമുക്കത് ഗെയിൻ ആണ്, നമുക്കത് ലാഭമാണ്. നമുക്ക് ലാഭം കിട്ടുന്ന എല്ലാം നമ്മൾ പോസിറ്റീവ് സൈൻ കൺവെൻഷൻ നമ്മൾ പോസിറ്റീവ് ആണ് എടുക്കേണ്ടത് അല്ലേ. അപ്പൊ ഇവിടെ ക്യൂ തന്നേക്കുന്നത് 701 ജൂളാണ്. അത് നമ്മൾ അബ്സോർബ് ചെയ്തുകൊണ്ട് അത് പോസിറ്റീവാണ്. പിന്നെ പറയുന്നു 394 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം അല്ലെ. സിസ്റ്റം 394 ജൂൾ ഓഫ് വർക്ക് ചെയ്യുന്നു. നമ്മളെപ്പോഴും സിസ്റ്റമായിട്ട് ആലോചിക്കും. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്ന എന്താണ്, നമുക്ക് നല്ലതല്ല, നമുക്കത് നെഗറ്റീവ് ആണ്. അപ്പൊ സൈൻ കൺവെൻഷൻ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പൊ വർക്ക് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 394 ജൂൾ ആണ്. 394 ജൂൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സൈൻ കൺവെൻഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുത്തു. പിന്നെ നമുക്കറിയാം നമ്മുടെ ഫോർമുല എന്താ, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് അല്ലേ. ഇന്റേണൽ ചേഞ്ച് എന്താണ്, ഹീറ്റിന്റെയും വർക്കിന്റെയും കൂടെ സം ആണ്. അപ്പം ഇവിടെ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് 701 ജൂൾ ആണ്. പിന്നെ വർക്ക് എന്ന് പറയുന്നത് -394. ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ നമുക്ക് 307 ജൂൾ എന്ന് കിട്ടും. ഇവിടുത്തെ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് 307 ജൂൾ ആണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു. The reaction of cyanamide NH2CN with dioxygen was carried out in a bomb calorimeter. അപ്പൊ നമുക്ക് NH2CN ന്റെ ഓപ്ഷൻ എന്താണ്, കമ്പഷൻ ആണ് നടക്കുന്നത് ബോംബ് കലോറിമീറ്റർ. And delta U was found to be -742.7 kilojoule per mole. Calculate enthalpy change for the reaction at 298 Kelvin. അപ്പൊ നമുക്ക് ഇവിടെ NH2CN ന്റെ കമ്പഷൻ തന്നിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ആദ്യം അതിന്റെ ഫോർമുല എഴുതുന്നു. അപ്പൊ 5.8 ക്വസ്റ്റ്യൻ NH2CN, അതിനെ നമ്മൾ O2 ആയിട്ട് കമ്പഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് ഇതൊക്കെയാണ്. നമുക്ക് ഒന്ന് NH2CN, അതിൽ നിന്ന് നൈട്രജൻ റിലീസ് ആവും. പിന്നെ CO2 H2 ഉണ്ടാവും. ഹൈഡ്രോകാർബൺ കമ്പഷൻ നടത്തുന്ന പോലെ CO2 H2 ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ റിയാക്ഷൻ ഒന്ന് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ആകെ ബാലൻസ് അല്ലാണ്ട് ഇരിക്കുന്ന ഓക്സിജൻ ആണ്. ഇവിടെ ഓക്സിജൻ 3/2 എടുത്ത ഇക്വേഷൻ ബാലൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താ, എപ്പോഴും സ്റ്റേറ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാം NH2CN തന്നിരിക്കുന്നത് സോളിഡ് ആയിട്ടാണ് അല്ലേ. NH2CN സോളിഡ് ആണ്. അപ്പൊ അത് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇവിടെ സോളിഡ് ആണ്. O2 എന്താണ്, ഗ്യാസ് ആണ്, സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. N2 എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. CO2 ഗ്യാസ് ആണ്. H2 എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇന്റേണൽ എനർജി ചേഞ്ച് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എൻതാൽപ്പി ചേഞ്ച് ആണ്. നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് പി ഡെൽറ്റ വി, ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. നമുക്ക് ഡെൽറ്റ യു തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ എന്ത് വേണം, പി ഡെൽറ്റ വി അല്ലെങ്കിൽ വർക്ക് ഡൺ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇവിടെ അവിടെ ആൻസർ ആയി. അപ്പൊ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ, നമുക്കറിയാം ഇവിടെ സോളിഡിൽ ലിക്വിഡിലുള്ളതിന് വർക്ക് ഡൺ ഒരുപാട് വരത്തില്ല അല്ലേ. അപ്പൊ നമുക്ക് ഗ്യാസിനുള്ള മാത്രം കൺസിഡർ ചെയ്യാം അല്ലേ. ഗ്യാസ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം മൈനസ് പി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി ആണ് നമുക്കറിയാം. അപ്പൊ ആദ്യം ഡെൽറ്റ എൻ ജി നമ്മൾ കണ്ടുപിടിക്കാം. ഡെൽറ്റ എൻ ജി നോക്കുകയാണെങ്കിൽ എന്താ, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ഗ്യാസ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ഷൻസ് ഓഫ് ഗ്യാസ്. ഇപ്പൊ പ്രൊഡക്ട്സിൽ നമുക്ക് എത്ര മോൾ ഗ്യാസ് ഉണ്ട്, ഒരു N2 ഒരു CO2 ഉണ്ട്. അപ്പൊ അത് 2 മോൾസ് ഉണ്ട്. പിന്നെ റിയാക്ഷൻ സൈഡിൽ എത്ര മോൾ ഗ്യാസ് ഉണ്ട്, 3/2 അഥവാ 1.5 മോൾസ് ഓഫ് O2 ഉണ്ട്. അപ്പൊ നമ്മൾ കൊടുത്താൽ നമുക്ക് 0.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഡൺ എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി വരും. എന്നുവെച്ചാല് മൈനസ് ഹാഫ് ആർ ടി, ഇതാണ് ഇവിടുത്തെ വർക്ക് ഡൺ. നമുക്ക് ഡെൽറ്റ യുവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്.
ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എത്രയാ -742.7 തന്നിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുക. ഡെൽറ്റ യു എന്ന് വെച്ചാൽ -742.7 അത് ഈക്വൽ ടു ഡെൽറ്റ എച്ച്. വർക്കിന് പകരം -ഡെൽറ്റ ഇൻറ്റി ആർ ടി ഇട്ട് കൊടുക്കുക. വർക്കിന് പകരം -ഡെൽറ്റ ഇൻറ്റി -12 ഇൻറ്റു ആർ എന്ന് വെച്ചാൽ 8.314. പിന്നെ ടെമ്പറേച്ചർ നമുക്ക് ചെയ്തേക്കുന്നത് 298 കെൽവിനാണ്. അപ്പൊ ആ ടെമ്പറേച്ചർ ഇട്ട് കൊടുക്കുക. അപ്പൊ ഡെൽറ്റ എച്ച് എന്ത് വരും? ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരും. വർക്കിന്റെ ടേം ഈക്വൽ ടു 12 ഇൻറ്റു 8.314 ഇൻറ്റു 298 അത് -742.7 എന്ന് വരും. എന്നുവെച്ചാ ഇതെല്ലാം കൂടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആറിന്റെ പേര് 8.314 10⁻³ ഉണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ 8.314 എടുക്കുന്നത് നമ്മൾ എന്താണ് ജൂൾസിന്റെ കേസിലാണ് 8.3. നമുക്ക് ഇവിടെ വേണ്ടത് എല്ലാം കിലോ ജൂൾസ് പെർ മോളിലാണ് വേണ്ടത്. അപ്പൊ ആ കൺവേർഷൻ കൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇട്ട് എടുത്തതിനാൽ നമുക്ക് ഇവിടെ ഇത് 1.2 എന്ന് കിട്ടും. ഇത് -742.7 എന്ന് വരും. എന്ന് വെച്ചാൽ ഇത് -741.5 കിലോ ജൂൾ പെർ മോൾ എന്ന് വരും. അപ്പൊ എനർജിയിൽ ആറിട്ട് കൊടുക്കുമ്പോൾ എന്താണ് ഇത് ഈ കിട്ടുന്നത് ജൂൾസിലെന്ന് ആലോചിക്കുക. അപ്പൊ അത് കിലോ ജൂൾ ആക്കാൻ മറക്കരുത്. ഓക്കെ, ആൻസർ -741.5 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കുക. Calculate the number of kilojoule of heat necessary to raise the temperature of 60 gram of aluminum from 35 degrees Celsius to 55 degrees Celsius. അപ്പൊ നമുക്ക് 60 ഗ്രാം അലൂമിനിയത്തിനെ 35 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 55 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർത്തണം. അതിന് വേണ്ട ഹീറ്റ് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് അലൂമിനിയം തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പം മോളാർ ഹീറ്റ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ 1 മോൾ അലൂമിനിയത്തിന് 24 ജൂൾ കൊടുത്താൽ അതിന്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ കൂടും. അതാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി കൺസെപ്റ്റ് എന്നത്. ഇപ്പൊ 5.9 നമുക്ക് മോളാർ ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്, അഥവാ CM തന്നിട്ടുണ്ട്. എത്രയാ? 24 ജൂൾ പെർ മോൾ പെർ കെൽവിൻ ആണ്. 1 മോളിന് അത്രയും വേണം. നമുക്ക് ആദ്യം ഇവിടെ എത്ര ഡെൽറ്റ ടി എത്രയാണ്? ഡെൽറ്റ ടി എത്ര ടെമ്പറേച്ചർ ചേഞ്ച് നമുക്ക് വേണം? 55. 35 നിന്ന് 55ലേക്ക് പോകണം. എന്ന് വെച്ചാൽ 55 - 35 നമുക്ക് വേണ്ടത്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാല് 20 കെൽവിൻ നോക്കില്ലേ, 20 ഡിഗ്രി അല്ലെങ്കിൽ ചേഞ്ച് വേണം. 20 ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിവിടെ തന്നേക്കുന്ന എത്ര മോൾ അലൂമിനിയം ആണ്? 60 ഗ്രാം ആണെന്നേ തന്നിട്ടുള്ളൂ അല്ലേ? 60 ഗ്രാം എത്ര മോളാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ N = എന്താണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഓക്കെ, അപ്പൊ ഗിവൺ മാസ് എത്ര? ഗിവൺ മാസ് നമുക്ക് തന്നേക്കുന്നത് 60 ഗ്രാം. 60 ഗ്രാം ബൈ അലൂമിനിയത്തിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 27 ഗ്രാം. അത് നമുക്ക് അത് സോൾവ് ചെയ്യണ്ട, അങ്ങനെ ഇട്ടിരുന്നാൽ. ഓക്കെ, അപ്പം 60/27 നമുക്ക് ഡയറക്റ്റ്ലി ഉപയോഗിക്കാം. അപ്പൊ നോക്കാം, 1 മോളിന് 1 കെൽവിൻ കൂട്ടാൻ, 1 മോളിന് 1 കെൽവിൻ ടെമ്പറേച്ചർ കൂട്ടാൻ നമുക്ക് 24 വേണം. പക്ഷെ നമുക്ക് ഇവിടെ എത്ര വേണം? നമുക്കിവിടെ 60/27 മോൾസ് ഉണ്ട്. 20 ഡിഗ്രി വ്യത്യാസം വരുത്താൻ വേണം. അപ്പം Q എന്താണ്? അല്ലെങ്കിൽ Q എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമുക്ക് N × CM × ഡെൽറ്റ ടി എന്ന് വരും നമ്മുടെ ഫോർമുല. എന്നുവെച്ചാൽ ഇവിടെ Q എന്താണ്? 60/27 × CM എന്ന് പറഞ്ഞാൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി 24, അത് × ഡെൽറ്റ ടി 20 വരും. എന്ന് വെച്ചാല് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1066.67 ജൂളിന് വരും. അല്ലെങ്കിൽ നമുക്ക് 1.067 കിലോ ജൂൾ എന്ന് എഴുതും. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Calculate the enthalpy change on freezing 1 mole of water at 10 degrees Celsius to ice at -10 degrees Celsius. അപ്പൊ നമുക്ക് എന്താണ്? 1 മോൾ ഐസിന് നമ്മൾ 1 മോൾ വാട്ടറിനെ നമ്മൾ 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് -10 ഡിഗ്രിയുള്ള ഐസിലേക്ക് മാറ്റുന്നു. അപ്പൊ അതിന് വേണ്ട എൻതാൽപ്പി ചേഞ്ച് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഈ പ്രോസസ് ആദ്യം എഴുതുക. ആദ്യം നമ്മൾ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 10 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 10 അല്ലേ? ആദ്യം ഇത് 10 ഡിഗ്രി ഇരിക്കുന്ന വെള്ളമായിരുന്നു അല്ലേ? 10 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ at
10 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആയിരുന്നു. ഓക്കെ, അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ തന്നെ വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് വരെ കൊണ്ടുവന്നു അല്ലേ? എന്നിട്ട് ഈ വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് പിന്നെ എന്താവുന്നു? ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആവും അല്ലേ? അവിടെ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ട്, അതായത് ഒരു ഫേസ് ചേഞ്ച് ഉണ്ടാവുന്നു. ഓക്കെ, പിന്നെ ഐസിനെ നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുവന്നു? ഐസ് അറ്റ് -10 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇത്രയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ആദ്യം വാട്ടറിനെ ആദ്യം 10 ഡിഗ്രി നിന്ന് 0 ഡിഗ്രിയുടെ കൊണ്ടുപോകണം, പിന്നെ അതിന് ഐസ് ആക്കണം, പിന്നെ ഐസിനെ നമ്മൾ -10 ഡിഗ്രി സെൽഷ്യസിൽ കൊണ്ടുപോകണം. ഇത്രയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 CP തന്നിട്ടുണ്ട്. എന്താണ്? ഒന്ന് വാട്ടറിന്റെ, ലിക്വിഡ് വാട്ടറിന്റെ, പിന്നെ ഒന്ന് ഐസിന്റെ. ഓക്കെ, പിന്നെ ΔH ഫ്യൂഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്, ഫ്യൂഷൻ എൻതാൽപ്പി. ഇപ്പൊ ഫ്യൂഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്? ഒരു മോള് ഐസ് വെള്ളം ആവാൻ വേണ്ട എനർജിയാണ്. പക്ഷെ ഇവിടെ നമുക്ക് നേരെ തിരിച്ചുള്ള പ്രോസസ്സാണ് നടക്കുന്നത് അല്ലേ? എന്നുവെച്ചാൽ വെള്ളം ഐസ് ആവുകയാണ്. ഇതിന് നേരെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഫ്രീസിങ്ങിന്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്കിവിടെ ഈ ഇത്രയും കാര്യങ്ങൾ കൂട്ടാനുണ്ട്. അപ്പൊ വാട്ടർ അറ്റ് 10 ഡിഗ്രി സെൽഷ്യസിന് വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ വാട്ടറിനെ നമ്മൾ ഐസ് ആക്കുന്നു, അത് സെക്കൻഡ് സ്റ്റെപ്പ്. ഇപ്പൊ തേർഡ് സ്റ്റെപ്പ് ഐസിനെ നമ്മൾ 0 എന്ന് -10 കൊണ്ടുവന്നു. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ എന്താൽപ്പി ചെയ്യും നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിന്റെ എന്താൽപ്പി ചെയ്യും ΔH എന്ന് പറയുന്നത് എന്താണ്? NCP ΔT, അതാണ് നമുക്ക് വേണ്ടത്. NCP ΔT എന്താ? നമുക്കിവിടെ N എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1ന്റെ 1 ഇട്ട് കൊടുക്കുക. CP നമുക്ക് ഇവിടെ വാട്ടറിന്റെ CP വേണം നമ്മൾ എടുക്കാൻ. വാട്ടറിന്റെ CP ഇവിടെ എത്രയാ? 75.3 ജൂളാണ്. 75.3. ഇവിടുത്തെ ΔT എത്രയാ? 10ൽ നിന്ന് 0യിലേക്ക് പോകണം. അപ്പൊ അവിടുത്തെ ΔT എന്ന് പറയുന്നത് 10 ആണ്. എന്നുവെച്ചാൽ അവിടെ 753 ജൂൾ എന്ന് വരും. കാരണം നമുക്ക് തന്നിരിക്കുന്ന CP എന്ന് പറയുന്നത് ജൂൾ പെർ മോൾ പെർ കെൽവിൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ അതും ശ്രദ്ധിക്കണം. ഇവിടെ ഫ്യൂഷൻ ΔH ഫ്യൂഷൻ തന്നിരിക്കുന്നത് കിലോ ജൂൾ പെർ മോളിലാണ്. പക്ഷെ ഇവിടെ CP നമുക്ക് ജൂളിലാണ്. അപ്പൊ നമുക്ക് തൽക്കാലം എല്ലാം നമുക്ക് ജൂളിൽ അല്ലെങ്കിൽ കിലോ ജൂൾ ആക്കാം. കിലോ ജൂൾ ആക്കി ഇത് 0.753 കിലോ ജൂൾ പെർ മോൾ വരും അല്ലേ? 0.753 കിലോ ജൂൾ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉണ്ടായ ΔH. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എടുക്കാം. എന്താണ്? വാട്ടറിനെ നമ്മൾ ഐസ് ആക്കും ഇല്ലേ? അപ്പൊ ഒരു മോൾ വാട്ടറിന്, ഒരു മോൾ ഐസിന് വാട്ടർ ആവാൻ വേണ്ട ΔH ആണ് 6.03 കിലോ ജൂൾ പെർ അല്ലേ? ഇപ്പൊ തിരിച്ചു നടക്കുമ്പോൾ എന്താണ്? വാട്ടർ ഐസ് ആകുമ്പോൾ അതിന് നെഗറ്റീവ് വാല്യൂ എടുത്താൽ മതി. അപ്പൊ അതിന് ΔH -6.03 വരും. -6.03 കിലോ ജൂൾ വരും. ഓക്കെ, അവിടുത്തെ ΔH ഇത്രയാണ്. നമുക്ക് തേർഡ് സ്റ്റെപ്പ് ഉണ്ട്. തേർഡ് സ്റ്റെപ്പ് എന്താണ്? 0 ഡിഗ്രിയുള്ള ഐസിനെ നമ്മൾ -10 ഡിഗ്രിയുള്ള ഐസിലേക്ക് കൊണ്ടുപോകും. അതിനു വേണ്ടി നമ്മൾ എന്താ അവിടുത്തെ ΔH എന്ന് പറഞ്ഞാല് നമ്മൾ NCP ΔT എടുക്കുക. മോളിൽ 1 ആണ്. CP നമുക്ക് എന്താ? ഐസിന്റെ CP ആണ് പ്രാവശ്യം വേണ്ടത്. എത്ര? 36.8 ആണ്. അത് ജൂളിൽ നമുക്ക് ആൻസർ കിട്ടുന്ന ആലോചിക്കാം. പിന്നെ ΔT എന്ന് പറയുന്നത് 0 നിന്ന് -10 കൊണ്ടുവന്നു. അപ്പൊ അവിടെ ΔT എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ -10 വരുമല്ലേ? കാരണം 0 നിന്ന് -10 ഉണ്ട്. അപ്പൊ -10 എടുക്കാം. അപ്പൊ 36.8 into -10 എന്ന് വെച്ചാൽ അത് -368 ജൂൾ എന്ന് വരും. എന്ന് വെച്ചാൽ അത് മാറ്റിയാൽ നമുക്ക് -36.8 കിലോ ജൂൾ, സോറി -0.368 എന്ന് വരും. 0.368 കിലോ ജൂൾ എന്ന് വരും അല്ലേ? അപ്പൊ നമുക്ക് 3 പ്രോസസ്സിന്റെയും ΔH സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ്? ജസ്റ്റ് നമ്മൾ എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ടോട്ടൽ ΔH എന്ന് പറഞ്ഞാൽ എന്ത് വരും? -7.753 -6.03 -0.368. ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് -7.156 കിലോ ജൂൾ എന്ന് വരും. ഇത്രയാണ് നമുക്ക് ഉള്ളത് ΔH. സോറി, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 7.156 അല്ല, 7.151 കൂട്ടിയപ്പോ തെറ്റിയതാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് എത്ര ചേഞ്ചസ് ഉണ്ടാകുന്നു
ഇവിടെ നമുക്ക് മിസ്സാവാനുള്ള ചാൻസ് നമ്മൾ ഈ ഫ്യൂഷൻ എടുക്കാൻ ഇവിടെ ഫ്രീസിങ് എടുക്കാൻ നമ്മൾ ചാൻസ് ആണ്. ഈ ഫേസ് ചേഞ്ച് നമ്മൾ എടുക്കാൻ ചിലപ്പം വിട്ടുപോകും. അപ്പൊ അത് എപ്പോഴും എടുക്കാൻ മറക്കാണ്ടിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. 11ാമത്തെ ക്വസ്റ്റ്യൻ. Enthalpy of combustion of carbon to CO2 is minus 393.5. Calculate the heat released upon formation of 35.2 CO2 from carbon and dioxygen gas. അപ്പൊ നമുക്ക് CO2ന്റെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഫോർമുല നമുക്ക് കാർബണിന്റെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് എഴുതി നോക്കാം. എത്രയാണ്? 11th ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. C plus O2 gives CO2. ഇതിന്റെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ നമുക്ക് തന്നേക്കുന്നത് എത്രയാ? minus 393.5 ആണ്. ഇത്രയും കിലോ ജൂൾ പെർ മോൾ. ചോദിച്ചേക്കുന്നത് എന്താണ്? ഹീറ്റ് റിലീസ്ഡ് അപ്പോൺ ഫോർമേഷൻ ഓഫ് 35.2 CO2 ഫ്രം കാർബൺ ആൻഡ് ഡയോക്സൈഡ്. അപ്പം 35.2 ഗ്രാം CO2 ഉണ്ടാകുമ്പോൾ ഉള്ള എത്ര ഹീറ്റ് റിലീസ് ആവുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം 1 മോൾ കാർബണിന്റെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ആണ് ഇത്രയും. അപ്പൊ 35 നമുക്കറിയാം 1 മോൾ കാർബൺ നമ്മൾ കമ്പഷൻ നടക്കുമ്പോൾ നമുക്ക് 1 മോൾ CO2 ആണ് കിട്ടുന്നത് അല്ലേ? അഥവാ 44 ഗ്രാം CO2 ഫോം ചെയ്യുമ്പോൾ അവിടെ റിലീസ് ആവുന്ന എനർജിയാണ് minus 393.5 കിലോ ജൂൾ എന്നുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 1 ഗ്രാം CO2 ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? minus 393.5 by 44 ആയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ട എത്ര ഗ്രാം CO2 ഉണ്ടാകുമ്പോൾ എന്താണ്? 35.2 ഗ്രാം CO2 ഉണ്ടാകുമ്പോൾ ആണ് ചോദിച്ചേക്കുക. അപ്പൊ 35.2 ഗ്രാം CO2 ഉണ്ടാകുമ്പോൾ ഉള്ള ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ minus 393.5 by 44 അത് ഇൻറ്റു 35.2. അപ്പൊ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ അത്രയേ ഉള്ളൂ. പറയുമ്പോൾ എന്തായിരിക്കും എന്റെ ആൻസർ? നമുക്ക് minus 314.8 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 12th question. Enthalpies of formation of CO, CO2, N2O and N2O4. ഓക്കെ, അപ്പൊ 4 കോമ്പൗണ്ട്സിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഡെൽറ്റ RH ഫോർ ദി റിയാക്ഷൻ. എന്താണ്? N2O4 plus 3CO gives N2O plus 3CO2. അപ്പൊ അതിന്റെ ഡെൽറ്റ റിയാക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാത്തിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആൻഡ് ഇക്വേഷൻ എഴുതാം. ആദ്യം CO ആണ്. C plus half O2 അല്ലേ? അത് gives CO. അതാണ് ഫസ്റ്റ് ഫോർമുല. രണ്ടാമത് CO2 ഉണ്ട്. C plus O2 gives CO2. മൂന്നാമത്തത് N2O ഉണ്ട്. N2 plus half O2 gives N2O. N2O4 ഉണ്ട്. N2 plus 2O2 gives N2O4. അപ്പൊ 4 ഫോർമുലയെ നമ്മൾ എഴുതി. ഇതിന്റെ എല്ലാം എൻതാൽപ്പി ഫോർമേഷൻ നമ്മൾ എഴുതും. ഡെൽറ്റ എച്ച് നമുക്ക് എത്ര തന്നേക്കുന്നത്? ആദ്യം CO minus 110 minus 393, പിന്നെ 81 and 9.7. ഇതെല്ലാം കിലോ ജൂൾ പെർ മോൾ ആണ് തന്നേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഫോർമുല എന്താണ്? N2O4 plus 3CO gives N2O plus 3CO2. ഇതാണ് നമുക്ക് വേണ്ട ഫോർമുല. അപ്പൊ ഇതിന്റെ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? N2O4 ആണ് വേണ്ടത്. N2O4 നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കാം. നമുക്ക് ഈ ഫോർമുലയിൽ N2O4 ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത് അല്ലേ? നമ്മൾ നോക്കാം. നമുക്ക് N2O4ന്റെ ഫോർമുല ഉള്ളത് എന്താണ്? N2O4 റൈറ്റ് സൈഡിലുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ ഫോർമുല നമ്മൾ റിവേഴ്സ് ചെയ്യണം, ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. ഓക്കെ, പിന്നെ നോക്കാം. രണ്ടാമത്തെ സാധനം 3CO ആണ്.
3CO. നമ്മൾ നോക്കുക CO വരുന്നത് നമ്മുടെ ഫസ്റ്റ് ഫോർമുലയിലാണ്, മാത്രമല്ല അത് റൈറ്റ് സൈഡിലാണ്. പക്ഷെ അവിടെ ഒരു CO ഉള്ളൂ അല്ലേ? അപ്പം ഒരു CO നമ്മൾ മാറ്റണം. അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഫോർമുല എന്ത് ചെയ്യും? ഫസ്റ്റ് ഫോർമുല ആദ്യം നമ്മൾ റിവേഴ്സ് ചെയ്യണം, മാത്രമല്ല അതിനെ ഇൻറ്റു 3 വെച്ച് ഇൻറ്റുവും ചെയ്യണം, എന്നാലും നമുക്ക് 3 CO കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ നോക്കാം. നമുക്ക് മൂന്നാമത് വേണ്ടത് N2O ആണ്. N2O റൈറ്റ് സൈഡിലാണ് വേണ്ടത്. നമ്മൾ N2 ഉള്ള ഫോർമുലയിലും N2O റൈറ്റ് സൈഡിലാണ്. അപ്പൊ നമ്മൾ അതിനെ ഒന്നും ചെയ്യണ്ട, നോ ചേഞ്ച്. പിന്നെ നാലാമത്തതിൽ 3 CO2, അത് റൈറ്റ് സൈഡിലാണ്. നമുക്ക് ഉള്ള ഫോർമുലയിലും CO2 റൈറ്റ് സൈഡിലാണ്. അപ്പൊ അതിനാകെ ജസ്റ്റ് നമ്മൾ ഇൻറ്റു 3 ചെയ്താൽ മതി. ഇത്രയും ചേഞ്ചസ് നമ്മൾ വരുത്താം. ഇത്രയും ചേഞ്ചസ് നമ്മൾ വരുത്തിയാലും മൊത്തത്തിലുള്ള സമയം നമുക്ക് അവസാനം എല്ലാം കട്ട് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ജസ്റ്റ് എഴുതി നോക്കാം. ആദ്യത്തെ ഫോർമുല നമുക്ക് എന്താ വേണ്ടത്? റിവേഴ്സ് ചെയ്യണം, ഇൻറ്റു 3 വെച്ച് ഇൻറ്റു ചെയ്യണം. അപ്പം എഴുതുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് 3CO gives 3C plus 3/2 O2. റിവേഴ്സും ചെയ്തു, ഇൻറ്റു 3യും ചെയ്തു. ഇനി രണ്ടാമത്തെ ഫോർമുലയെ നമ്മൾ ജസ്റ്റ് 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 3C plus 3O2 gives 3CO2. മൂന്നാമത്തേന് ഒരു ചേഞ്ചും വേണ്ട, അതേപോലെ ഇടുക. N2 plus half O2 gives N2O. നാലാമത്തെ ഫോർമുല പിന്നെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യുമ്പോൾ N2O4 gives N2 plus 2O2. ഇപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഏതൊക്കെ കട്ട് ചെയ്ത് പോകും? ഉണ്ട് ഇവിടെ ആദ്യത്തെ ഫോർമുല 3C ഉണ്ട്, ഇവിടെ 3C ഉണ്ട്. ലെഫ്റ്റും റൈറ്റിലും വരുന്നത് കട്ടായി പോകും. പിന്നെ നോക്കാം, ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് മൊത്തത്തിൽ ഒരു 2O2 ഉണ്ട്, 3/2 O2 ഉണ്ട് അല്ലേ? എന്നുവെച്ചാൽ ഇത് 7/2 O2 മൊത്തത്തിൽ റൈറ്റ് സൈഡിലുണ്ട്. നമ്മൾ നോക്കാം ലെഫ്റ്റ് സൈഡിൽ മൊത്തത്തിൽ 7/2 അല്ലെങ്കിൽ 3.5 O2 ഉണ്ട്, അതും കട്ടായി പോയി. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു N2 ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു N2, അതും കട്ടായി പോയി. പിന്നെ ബാക്കിയുള്ള നമ്മളെല്ലാം എഴുതിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും എന്താ വരിക? 3CO plus N2O4 gives N2O plus 3CO2. നമുക്ക് വേണ്ട ഫോർമുലയിലേക്ക് നമ്മൾ എത്തി. ഇത്രയും ചേഞ്ചസ് വരുത്തിയപ്പോൾ അപ്പൊ നമ്മൾ എന്താ ഇനി ജസ്റ്റ് എല്ലാത്തിന്റെയും ഡെൽറ്റ അയച്ച് നമ്മൾ ചേഞ്ചസ് വെച്ച് ചെയ്യാം. നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ ഡെൽറ്റ അയച്ച് നമ്മൾ എന്താ ആദ്യം റിവേഴ്സ് ചെയ്യണം, ഇൻറ്റു 3 ചെയ്യണം. അപ്പം റിവേഴ്സ് ചെയ്യുമ്പോൾ സൈൻ എന്താവും? സൈൻ ചേഞ്ച് ആവും. 110 × 3 എന്ന് വെച്ചാൽ ആദ്യത്തെ നമുക്ക് 330 എടുക്കണം. രണ്ടാമത്തേല് 393 × 3 മാത്രം ചെയ്താൽ മതി. 393 × 3. മൂന്നാമത്തേൽ ഒരു ചേഞ്ചും ഇല്ല, അത് 81 തന്നെ കിടക്കും. നാലാമത്തേനാണ് റിവേഴ്സ് ചെയ്യുക, എന്നുവെച്ചാൽ 9.7 എന്താവും? -9.7. 393 × 3 എന്ന് പറയുന്നത് 393 × 3 നമുക്ക് -1179 വരും. ഓക്കെ, ഇനി നമ്മൾ എന്താ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ 330 - 1179 81 9.7 വെച്ചാല് -1188.7 പ്ലസ് 411 നമുക്ക് -777.7 നമുക്ക് കിട്ടും. ഇത്രയും കിലോ ജൂൾ പെർ മോൾ. ഇതാണ് നമ്മുടെ വേണ്ട എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്, ഡെൽറ്റ RH. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ. Given N2 plus 3H2 gives 2NH3. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് -92.4 കിലോ ജൂൾ പെർ മോൾ തന്നിട്ടുണ്ട്. ഈ റിയാക്ഷന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് NH3? അപ്പൊ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് NH3 എത്രയാണെന്ന് ചോദിച്ചു. നമുക്കറിയാം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് NH3 നമുക്ക് എന്താ വേണ്ടത്? 1 മോൾ നമ്മുടെ സാധനം ഉണ്ടാവാൻ വേണ്ടിയുള്ള എൻതാൽപ്പി, അതാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല നമ്മൾ അമോണിയയുടെ ഫോർമേഷന്റെ എങ്ങനെ വരും? 12N2 plus 3/2 H2 അത് gives NH3. ഇതാണ് നമ്മുടെ NH3യുടെ ഫോർമേഷന്റെ ഇക്വേഷൻ അല്ലേ? അപ്പൊ നമ്മൾ നോക്കുക, നമുക്ക് നമ്മളിപ്പോ എടുത്ത ഇക്വേഷനും ക്വസ്റ്റ്യൻ തന്ന ഇക്വേഷനും തമ്മിൽ എന്താണ് വ്യത്യാസം?
തന്ന ഇക്വേഷനിൽ എല്ലാം ഡബിൾ ആയിട്ടുണ്ട് അല്ലേ? എന്നുവെച്ചാൽ ഒരു മോൾ NH3 ഉണ്ടാകുന്നതിന് പകരം 2 NH3 ഉണ്ടാകുമ്പോൾ എന്താൽപി ചേഞ്ച് നമ്മൾ നോക്കാം. നമുക്ക് വേണ്ടത് ഒരു NH3 ഉണ്ടാകുമ്പോൾ എന്താൽപി ചേഞ്ച് ആണ്. അപ്പോൾ ഒരു മോൾ NH3 ഉണ്ടാകുമ്പോൾ എന്താൽപി നമ്മൾ എന്തായിട്ട് എടുക്കുക? നമുക്ക് തന്നേക്കുന്നതിന്റെ ജസ്റ്റ് ഹാഫ് എടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇവിടെ -92.4ന്റെ പകുതി എടുക്കുക. അപ്പൊ -92.4ന്റെ പകുതിയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ -46.2 ഇത്രയും കിലോ ജൂൾ പെർ മോൾ ആണ് എന്ത് എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് NH3 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി സ്റ്റാൻഡേർഡ് എന്തൽപി ഫോർമേഷൻ ഓഫ് CH3OH ഫ്രം ദി ഫോളോയിങ് ഡേറ്റ. അപ്പൊ CH3OHന്റെ സ്റ്റാൻഡേർഡ് എന്തൽപി ഫോർമേഷൻ എന്താണ്? ഈ തന്നേക്കുന്ന ഫോർമുല നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ CH3OHന് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? CH3OHന് നമുക്ക് ഉണ്ടാക്കണം. അപ്പൊ CH3OH ഏതൊക്കെ ആറ്റംസ് ഉള്ളത്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമുക്ക് C എന്ന് വെച്ചാൽ ഗ്രാഫൈറ്റ് പ്ലസ് 2H2 അല്ലേ, 4 ഹൈഡ്രജൻ ഉണ്ട് പ്ലസ് ഹാഫ് O2, അത് ഗിവ്സ് CH3OH. ഇതാണ് നമുക്ക് വേണ്ട ഹാഫ് O2. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് വേണ്ട ഫോർമുല. അപ്പൊ തന്നേക്കുന്ന ഫോർമുലസ് എന്താണ്? CH3OH പ്ലസ് 3/2O2 ഗിവ്സ് CO2 പ്ലസ് ഒക്കെ 3 ഫോർമുല തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ തന്നേക്കുന്ന ഫോർമുലയിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, ഫോർമുല കമ്പയർ ആണ്. അപ്പൊ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫോർമുലയിൽ CH3OH ലെഫ്റ്റ് സൈഡിലാണ് കിടക്കും. നമുക്ക് വേണ്ടത് റൈറ്റ് സൈഡിലാണ് അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യണം. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് കാർബൺ എന്താണ് ഗ്രാഫൈറ്റ് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉള്ളത്. നമുക്ക് വേണ്ടത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ അതിനെ ഒന്നും ചെയ്യേണ്ട, നോ ചേഞ്ച്. പിന്നെ മൂന്നാമത്തെ ഫോർമുല നോക്കാം. മൂന്നാമത്തെ ഫോർമുലയിൽ ഇതാണ് H2 നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിടപ്പുണ്ട്. നമുക്ക് വേണ്ടതും H2 ലെഫ്റ്റ് സൈഡിലാണ്, പക്ഷെ നമുക്ക് വേണ്ടത് 2H2 ആണ്. അപ്പൊ 2H2 ആക്കാൻ വേണ്ടി നമ്മൾ ഇതിന് നമ്മൾ എന്താണ് ഇൻറ്റു 2H ഇൻറ്റു. അപ്പൊ നമ്മൾ ഈ ചേഞ്ചസ് വരുത്തി നമ്മൾ ഇക്വേഷൻസ് ഒന്നുകൂടെ എഴുതും അല്ലേ? എന്തൊക്കെയാണ്? CH3 ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് CO2 പ്ലസ് 2H2O gives 3/2O2 പ്ലസ് CH3OH. രണ്ടാമത്തേന് ഒരു ചേഞ്ച് വരുത്തില്ല, നമ്മൾ അതേപോലെ C പ്ലസ് O2 gives CO2. മൂന്നാമത്തെ ഫോർമുല നമ്മൾ എന്താണ് ഇൻറ്റു 2 ചെയ്യുന്നു. അപ്പൊ 2H2 പ്ലസ് O2 gives 2H2O. ഓക്കെ, നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുന്നു. ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓക്കെ, ആദ്യം നമ്മൾ നോക്കാം. ഇവിടെ ഒരു CO2 ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, ഇവിടെ ഒരു CO2 റൈറ്റ് സൈഡിലുണ്ട്, അത് കട്ടായി പോകും. ഇവിടെ ഒരു 2H2 ലെഫ്റ്റ് സൈഡിലുണ്ട്, ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു 2H2 ഉണ്ട്, അതും കട്ടായി പോകും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 4O2 ഉണ്ട് അല്ലേ? 4O2 ഉണ്ട്, പക്ഷേ റൈറ്റ് സൈഡിൽ നമുക്ക് 3/2O2 ഉള്ളൂ അല്ലേ? എന്ന് വെച്ചാൽ 4O2ൽ നിന്ന് 1.5O2 പോകുന്നു. എത്ര ബാക്കി കാണും? 2.5 ബാക്കി കാണും. ഇവിടെ 4O2 ഇവിടെ 2O2 ആണ്. അതാണ് ഇവിടെ തെറ്റി അല്ലേ? 2 O2 ഉണ്ട്. അപ്പൊ 2O2 ഇന്ന് 1.5O2 പോയാൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് 0.5O2 കിട്ടും. എന്ന് വെച്ചാൽ 1/2O2 നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ബാക്കി കാണും. അപ്പൊ അതെല്ലാം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഈ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതും. എന്ന് വെച്ചാൽ C പ്ലസ് 2H2 പ്ലസ് 1/2O2 gives CH3OH. അപ്പൊ നമ്മൾ വേണ്ട ഫോർമുലയിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചേഞ്ചസ് നമ്മൾ ഡെൽറ്റ എച്ചിലും വരുത്താം. ഡെൽറ്റ എച്ചിൽ എടുത്താണെങ്കിൽ അത് നമ്മൾ റിവേഴ്സ് ചെയ്യണം. എന്ന് വെച്ചാൽ 726 കിലോ ജൂൾ പെർ മോൾ ഫസ്റ്റ്. രണ്ടാമത്തേത് ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ രണ്ടാമത്തേണ്ടത് -393 കിലോ ജൂൾ പെർ മോൾ തന്നെ കിടക്കും. മൂന്നാമത്തേന് നമ്മൾ ഡബിൾ ചെയ്യുന്നു. എന്ന് വെച്ചാൽ 286നെ ഡബിൾ ചെയ്യുന്നു. 286നെ നമുക്ക് ഡബിൾ ചെയ്താൽ നമുക്ക് 572 കിട്ടും. അപ്പൊ -572 കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ആൻസർ ആയി. എന്ന് വെച്ചാൽ 726 മൈനസ് 965 എന്ന് വെച്ചാൽ ഇത് -239 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ എന്താൽപി ഓഫ് ഫോർമേഷൻ. ഓക്കെ, അത്രേ ഉള്ളൂ.
നമ്മൾ തൽക്കാലം ഇന്ന് ഇവിടെ കൊണ്ട് നിർത്താണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.